നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ആവേശകരം. ഷൊർണൂരിൽ കരുത്തു തെളിയിച്ച LDF റാലി. ഭരണത്തുടർച്ച ഉറപ്പെന്ന S. അജയ്കുമാർ. കേരളശ്ശേരിയെ ചുവപ്പണിയിച്ച് LDF. കേരളത്തിൽ മൂന്നാമതും LDF ഭരണമുണ്ടാകുമെന്നതിന്റെ വിളംബരമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് K. രാധാകൃഷ്ണൻ MP. മുള്ളൂർക്കരയും പാഞ്ഞാളും തിരിച്ചുപിടിക്കാൻ വീറോടെ UDF. തൃശൂർ ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. മരിച്ചത് വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി സുബ്രൻ. വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു. പാഞ്ഞാളിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം. ക്വാറി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് പരാതി. ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശത്ത് ജനകീയ കൂട്ടായ്മ. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ കരുത്തു തെളിയിച്ച് മുനിസിപ്പൽ LDF റാലി. ഷൊർണൂർ SMP ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. ഷൊർണൂരിൽ LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ പറഞ്ഞു. ചുവപ്പിന്റെ സായാഹ്നം തീർത്ത് ഷൊർണൂരിൽ മുനിസിപ്പൽ LDF റാലി. LDFന്റെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയായിരുന്നു റാലി. ഷൊർണൂർ SMP ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. മുത്തുക്കടയും വാദ്യോപകരണങ്ങളും കാളയും തുടങ്ങി നിരവധി കലാരൂപങ്ങളുമായാണ് റാലി ഷൊർണൂർ നഗരവീതിയിലൂടെ കടന്നുപോയത്. റാലിക്ക് ശേഷം ഷൊർണൂർ ടൗണിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിൽ LDFന് തുടർ ഭരണമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഷൊർണൂർ നഗരസഭയിൽ മാത്രമല്ല, ഈ പാലക്കാട് ജില്ലയിൽ കേരള സംസ്ഥാനത്ത് അത്യുജ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്, ചരിത്ര വിജയമായിരിക്കും ഇടതുപക്ഷം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ വേണ്ടി പോകുന്നു. അതിന് നിദാനമായിട്ടുള്ള കാരണങ്ങൾ സഖാവ് പ്രകാശൻ ഇവിടെ വിശദീകരിച്ച വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പൊതുവായി ഇടതുപക്ഷം ഞങ്ങളുടെ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ജനപക്ഷ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനു വേണ്ടി കഴിഞ്ഞ 75 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. യോഗത്തിൽ CPI ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി EK സുഭാഷ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, MK ജയപ്രകാശ്, P. സിന്ധു, M. സുരേന്ദ്രൻ, ND ദിൻഷാദ്, P. വിജയകുമാർ, T. സതീശൻ, ഷൊർണൂർ വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചരിത്രം തിരുത്തി മൂന്നാമതും LDF സർക്കാർ കേരളം ഭരിക്കുമെന്ന് K. രാധാകൃഷ്ണൻ MP. LDFനെ എഴുതിത്തള്ളാമെന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടിയാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെന്നും K. രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളശ്ശേരിയിൽ സംഘടിപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ടാണ് വരും എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയുന്നത്? നമുക്കറിയാം, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളത്. ആ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട് എന്ന് വെറുതെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ആ ഇടതുപക്ഷ ഗവൺമെന്റ് വ്യത്യസ്ത രീതിയിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കിക്കൊണ്ടാണ് ആ ഗവൺമെന്റ് 10 വർഷം തികയ്ക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം അധികാരത്തിൽ വരാൻ വേണ്ടി 2016 പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പിലാക്കിയെന്നെല്ലാം നമ്മൾ പരിശോധിച്ചു. 2016 അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്ര കണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മൾ 2021. രാജഗോപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി CR സജീവ്, CPM ലോക്കൽ സെക്രട്ടറി PC ജയരാജ് എന്നിവർ സംസാരിച്ചു. കുണ്ടളശ്ശേരിയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലിയും പ്രകടനവും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാഞ്ഞാൾ പഞ്ചായത്തിലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ
പൈങ്കുളം ഡിവിഷൻ പ്രചരണം നടന്നു. കിള്ളിമംഗലം കാറാത്തുപടിയിൽ നിന്നും തുടങ്ങിയ വാഹന പ്രചരണ ജാഥ പാഞ്ഞാൾ ആലിൻചുവട്ടിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC സെക്രട്ടറി നൌഷാദ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ BJPയുടെ വാർഡ് മെമ്പറിന്റെ കൂടെ വന്ന് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇത് രാഷ്ട്രീയത്തിനെ വെച്ച് സംസാരിക്കുന്നതല്ല. പാവപ്പെട്ട മനുഷ്യരെന്നും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. പോട്ടെ, പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ ആവശ്യമല്ലേ? ഇപ്പോഴെന്താ സ്ഥിതി? ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാസുദേവന്റെ ഫ്ലക്സ് എടുക്കാൻ വരും. ആരെന്നറിയോ? ആക്രി കച്ചവടക്കാരല്ല, പാവപ്പെട്ടവൻ. എന്തിനാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഒരു 10-35 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു മറപ്പര എന്ന് പറയുന്ന സംവിധാനമുണ്ട്. മറപ്പര എന്നതിന് പറയാം. UDF 14 വാർഡ് സ്ഥാനാർത്ഥി ഫാസലു, യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൽ, മറ്റു നിരവധി UDF നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കരുത്തു തെളിയിച്ച മണ്ണൂരിൽ LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CPIM ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി ഉദ്ഘാടനം ചെയ്തു. V. മോഹനൻ അധ്യക്ഷത വഹിച്ചു. 5 വർഷം കൊണ്ട് കേരളത്തിൽ പ്രവചിക്കാനാകാത്ത വികസന പെരുമഴയാണ് നടത്തിയിട്ടുള്ളതെന്നും അതുകൊണ്ട് ഇനിയും LDF തന്നെ ഭരിക്കുമെന്നും നിതിൻ കണിച്ചേരി പറഞ്ഞു. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രാദേശികമായ പഞ്ചായത്ത് തലത്തിലേക്ക്, കോർപ്പറേഷൻ തലത്തിലേക്ക്, മഹാനഗരങ്ങളുടെ മുനിസിപ്പൽ കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളാണ് ആ സംസ്ഥാനത്ത് പോലും വാർത്താ മാധ്യമങ്ങളുടെ മുഖ്യ വാർത്തയിൽ ഉൾപ്പെടാറുള്ളത്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് എന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക്, അതോടൊപ്പം നമ്മുടെ നാട്ടിലെ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റി തുടങ്ങിയ സംവിധാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ നാട്, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, ജനങ്ങളെല്ലാം വലിയ കൗതുകത്തോടുകൂടി ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ, രാഷ്ട്രീയ ചർച്ചകളെ, തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സമരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. PV പീതാംബരൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. NCP ജില്ലാ സെക്രട്ടറി കൈപ്രം അബ്ദുൾ റഹിമാൻ, ജില്ലാ പഞ്ചായത്ത് കോങ്ങാട് ഡിവിഷൻ സ്ഥാനാർത്ഥി PR ശോഭന എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ സ്വാഗതവും OM മുരളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ UDFന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം മുൻ MLA KNA ഖാദർ ഉദ്ഘാടനം ചെയ്തു. ആ കമ്മ്യൂണിസ്റ്റുകാരനായി 17 വർഷം എന്ന് ഞാൻ മനസ്സിലാക്കിയ മാർക്സിസവും ലെനിനിസവും അനുസരിച്ച് തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണാറുള്ളത്. അവരെ ആശ്രയിക്കേണ്ടത് തൊഴിലാളികളെയും, കൃഷിക്കാരെയും, കർഷക തൊഴിലാളികളെയും, സാധാരണക്കാരെയും ഒക്കെയാണ്. മുമ്പൊക്കെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സാധാരണക്കാരെ എങ്ങനെ ചിന്തിക്കുന്നു, തൊഴിലാളികൾ എങ്ങനെ ചിന്തിക്കുന്നു, കൃഷിക്കാരെങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ജീവിതമൊക്കെ എങ്ങനെയാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പരിശോധിച്ചിരുന്നത്. അതിനനുസരിച്ചാണ് മുദ്രാവാക്യങ്ങളും പരിപാടികളും തയ്യാറാക്കിയത്. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MP കുഞ്ഞിക്കുമായി തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. NS വർഗീസ്, K നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ, കൂടാതെ ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളായ മായ ഉദയൻ, താര ഉണ്ണീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. KMA ബക്കർ സ്വാഗതവും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികൻ മരിച്ചു. വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി സുബ്രനാണ് മരിച്ചത്. സംഭവത്തിൽ വനം വകുപ്പിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധം അക്രമാസക്തമായി. രാവിലെ 6 മണിയോടെയാണ് സംഭവം. സുബ്രൻ ചായ കുടിക്കാൻ കടയിലേക്ക് പോകുമ്പോഴാണ് കാട്ടാനകൾ ആക്രമിച്ചത്. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാന അടങ്ങുന്ന ആനക്കൂട്ടമാണ് സുബ്രനെ ആക്രമിച്ചത്. പ്രദേശത്ത് കാട്ടാന ഭീഷണി സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ നിലനിൽക്കുകയായിരുന്നു. ഇതിനിടെയാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. ഫോറസ്റ്റ് ഓഫീസിന്റെ ജനൽ ചില്ലുകൾ നാട്ടുകാർ അടിച്ചു തകർത്തു. ഫോറസ്റ്റ് ജീപ്പിനു നേരെയും പ്രതിഷേധമുണ്ടായി. ജീപ്പിന്റെ ചില്ലുകളും അടിച്ചു തകർത്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസിനകത്ത് കയറിയും നാട്ടുകാർ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, കളക്ടറൊക്കെ വാക്ക് തന്നതാണ് ഇനിമേലിൽ ഇത്തരണത്തിൽ ആവർത്തിക്കപ്പെടില്ല എന്ന്. ഇന്ന് കാലത്ത് അതിദാരുണമായി
ചായ കുടിക്കാൻ വന്ന ആളെ ഈ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ഇതിനെതിരെ ഒരു സംവിധാനം ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. കാരണം വന്യമൃഗങ്ങൾ കാട്ടിലാണ് വളരുന്നത്. ഒത്തിരി പൈസ ദൂർത്തടിച്ച് വിനിയോഗിക്കപ്പെടുന്നു. ട്രെഞ്ച് സ്ഥാപിക്കപ്പെട്ട് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നാട്ടിലെ പ്രധാന ആവശ്യം. ഈ ആവശ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് വാക്ക് പാലിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയാണ് ഈ നാടിന്റെ പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റോഡിലെ തകർച്ചയും ബസിന്റെ അമിത വേഗതയും കാരണം അപകടത്തിൽ യുവാവിന് പരിക്ക്. ഇന്ന് രാവിലെ 10:30 കുളപ്പള്ളി ഷൊർണൂർ പാതയിൽ കുളഞ്ചേരി കുളത്തിന് സമീപമായിരുന്നു അപകടം. ഷൊർണൂർ ഭാഗത്തു നിന്നും കുളപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് അതേ ദിശയിൽ പോവുകയായിരുന്ന ബൈക്കിനെ തട്ടുകയായിരുന്നു. റോഡിലെ കുഴി കണ്ടു വെട്ടിച്ച ഉടനെ ബസ് മുന്നോട്ട് നീങ്ങുന്നതിനിടെ ബൈക്കിൽ തട്ടി യുവാവ് നിലത്തു വീഴുകയും വലതുകാലിന് പരിക്കേൽക്കുകയുമായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ തൃശൂർ സ്വദേശി 27-കാരനായ സംഗീത് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം കിഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നു. മോഷണം നടന്ന കമ്മിറ്റി ഓഫീസിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. മോഷണം നടന്ന സ്ഥലത്തെത്തിയ സംഘം ഏറെ നേരം ഇവിടെ സൂക്ഷ്മ പരിശോധന നടത്തി. തുടർന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ തുടരന്വേഷണത്തിനായി കുന്നംകുളം പോലീസിന് കൈമാറും. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. പുലർച്ചെ 5 മണിയോടെ അമ്പലത്തിലെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു. അമ്പല കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 10,000-ഓളം രൂപ വില വരുന്ന ദേവിയുടെ ഓടിൻ്റെ വിഗ്രഹം മോഷ്ടാവ് കവർന്നു. പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം അമ്പലത്തിലെ ഭണ്ഡാരവരവ് എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോയിരുന്നു. സമിതി ഓഫീസിലെ പൈസ സെക്രട്ടറി വീട്ടിലേക്കും കൊണ്ടുപോയി. ഇതിനാൽ കാര്യമായി പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് സംയുക്ത ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ബിനീഷ് നെടിയടത്ത് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്വാറി വിരുദ്ധ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാഞ്ഞാൾ ആലിൻചോട് സെന്ററിൽ പൊതുയോഗം നടത്തി. ക്വാറി പ്രവർത്തനം ഉടൻ നിർത്തലാക്കണമെന്ന് ഉന്നയിച്ചായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അവർ അത് നോക്കിയത് എന്തുകൊണ്ടാണ്? അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവർക്കിത് നോക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ അവരെല്ലാം ലീഗലായിട്ടാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ അവർക്ക് എന്തിനും ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ഭയക്കേണ്ട ആവശ്യമുണ്ട്? എന്തിനും ഒരു ജനങ്ങളുടെ കൂട്ടായ്മ അവർ പേടിക്കണം? അതുകൊണ്ട് അവർ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്താൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല, ജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ല. അവർ മനസ്സിലാക്കണം, അവരുടെ വീട്ടിലെ കുട്ടികൾ, അവരുടെ വീട്ടിലെ മുതിർന്നവർ ഈ കോറിയുടെ ചുറ്റുമല്ല താമസിക്കുന്നത്. അവർ ഇവിടെ വന്ന് താമസിക്കുക, അല്ലെങ്കിൽ അവർ ഇതേ വായു അവർ ശ്വസിച്ചു തുടങ്ങിയാൽ അവരെ വീട്ടുകാർ തന്നെ പറയും, മക്കളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. അടിയന്തരമായി കരിങ്കൽ കോറി ഖനനം നിർത്തലാക്കുക, നമ്മുടെ നാടിനെ മറ്റൊരു ചൂരൽമലയാക്കാതിരിക്കാൻ വേണ്ടി കോറി വിരുദ്ധ ജനകീയ കൂട്ടായ്മ പാഞ്ഞാൽ ആലിൻചൂട് സെന്ററിൽ ആയിരക്കണക്കിന് നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ പൊതുയോഗം സംഘടിപ്പിച്ചത്. പാഞ്ഞാൽ പഞ്ചായത്തിലെ പയങ്കുളത്ത് പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിയിൽ ഖനനം നടത്തുന്നതിനെ തുടർന്ന് ദിനംപ്രതി രാവും പകലും ഭേദമില്ലാതെ 100 കണക്കിന് ടോറസ് ലോറികളാണ് ഈ റോഡിൽ കൂടെ പോകുന്നതുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. കൂടാതെ പൊടിയടിച്ചതിനെ തുടർന്ന് കുട്ടികൾക്ക് പലതരം അസുഖങ്ങളും വന്നതിനെ തുടർന്നാണ് നാട്ടുകാർ ഇതിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിനീത് താനിശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസാദ് ഇടശ്ശേരി, ഉമ്മർ ദേശമംഗലം, റിട്ടയർഡ് തഹസിൽദാർ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. രജി രാഗേഷ് സ്വാഗതവും ജയരാജ് കോട്ടയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിൽ സംഘടിപ്പിച്ച ഐക്യ ക്രിസ്തുമസ് കരോൾ വേറിട്ട അനുഭവമായി. വിവിധ സഭകളിൽ നിന്നുള്ള കരോൾ ഗാനങ്ങളും കലാപരിപാടികളും നടന്നു. ഷൊർണൂർ YMCAയും ഷൊർണൂരിലെ ക്രൈസ്തവ സഭകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഐക്യ ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിച്ചത്. ഞായറിന്റെ സായാഹ്നം വേറിട്ട അനുഭവമായി. ഷൊർണൂർ YMCAയുടെയും ഷൊർണൂരിലെ ക്രൈസ്തവ സഭകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഷൊർണൂർ മൈൽവാനം ഓഡിറ്റോറിയത്തിൽ ഐക്യ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത്. വിവിധ സഭകളിൽ നിന്നുമെത്തിയവർ കരോൾ ഗാനങ്ങൾ ആലപിച്ചു.
കൂടാതെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മാത്യു പി എബ്രഹാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് CT രാജൻ, ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ, പ്രിൻസ് ജോർജ്, ഫാദർ അനു കളപ്പുരയ്ക്കൽ, ലോറൻസ്, സിബി തോമസ്, ഷെൻ പി തോമസ്, MP പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആ പാപത്തിനെ അതിജീവിക്കാനായിട്ട് ക്രിസ്തു പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന ഗെത്സമനയിൽ പ്രാർത്ഥിച്ച് അത് കാൽവരിയിലെ കുരിശിൽ പൂർത്തിയാക്കിയപ്പോൾ ഇതാ എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞ് കുരിശിൽ കിടന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി അനുസരിച്ചപ്പോഴാണ് രക്ഷ കടന്നു വന്നിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് എങ്ങനെ ഒരുങ്ങാമെന്ന് പറഞ്ഞാൽ ദൈവവചനം പ്രാവർത്തികമാക്കി വചനത്തെ നമ്മുടെ ജീവിതങ്ങളിൽ മാംസം ധരിക്കാനായിട്ട് വിട്ടുകൊടുത്ത് കൊണ്ട് എന്നാണ് ഉത്തരം. സെന്റ് ആന്റണീസ് ചർച്ച്, സെന്റ് മേരീസ് ചർച്ച്, സെന്റ് ആഗ്നസ് ചർച്ച്, സെന്റ് പോൾസ് CSI ചർച്ച്, ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഐക്യ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത്. നിരവധി പേർ കരോളിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ആവേശകരം. ഷൊർണൂരിൽ കരുത്തു തെളിയിച്ച LDF റാലി. ഭരണത്തുടർച്ച ഉറപ്പെന്ന അജയ്കുമാർ. കേരളശ്ശേരിയെ ചുവപ്പണിയിച്ച് LDF. കേരളത്തിൽ മൂന്നാമതും LDF ഭരണമുണ്ടാകുമെന്നതിന്റെ വിളംബരമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് K രാധാകൃഷ്ണൻ MP. മുള്ളൂർക്കരയും പാഞ്ഞാളും തിരിച്ചുപിടിക്കാൻ വീറോടെ UDF. തൃശൂർ ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. മരിച്ചത് വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി സുബ്രൻ. വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു. പാഞ്ഞാളിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം. ക്വാറി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് പരാതി. ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശത്ത് ജനകീയ കൂട്ടായ്മ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.